മീൻ വന്നാലും എന്റെ കൊട്ടെന്നറിയൂല. ഓ, എങ്ങനെ നിറയാനാണ് പെണ്ണുങ്ങളെ? രാജാവിന്റെ കിന്നരന്മാര് വന്ന് മീൻ കൊണ്ടുപോയാ നമുക്ക് വല്ലതും കിട്ടുവാ? പണം വാങ്ങിച്ചാലേ തിരിച്ചു കൊടുക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കടക്കും. അയ്യോ, നിങ്ങൾ എന്താണ് കാണിക്കണത്? എന്റെ കണവൻ എങ്ങോട്ടാണ് പിടിച്ചോണ്ട് പോണത്? തമ്പുരാ, തമ്പുരാ, എന്റെ കണവനൊന്നും ചെയ്യല്ലേ തമ്പുരാ. ഞങ്ങൾ പാവങ്ങളാണ് തമ്പുരാ. ദൈവങ്ങളെ, ഈ പാവങ്ങളുടെ നിലവിളി കേൾക്കണമേ. അടിയങ്ങളെ രക്ഷിക്കണേ. ദൈവത്തിനൊന്നും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. പൈസ ഉണ്ടെങ്കിലേ ഈ ഞാനിനെ രക്ഷിക്കാം. നിന്നെയൊക്കെ ആര് രക്ഷിക്കാൻ? എനിക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റുമോ രാജകിങ്കരന്മാരെ? ഓ ഓ ഇതാരാണാവോ ഈ രക്ഷകൻ? എന്റെ പേര് തോമസ്. ഞാൻ അങ്ങ് യെരുസലേമിൽ നിന്ന് വരുന്നു. രാജകിങ്കരന്മാരെ, എന്നോട് പറയൂ, ഇവർ ചെയ്ത തെറ്റെന്താണ്? ഇവരെയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നാട്ടുരാജ്യത്തിൽ കരം കൊടുക്കാൻ കഴിവില്ലാത്തവൻ അടിമ വേല ചെയ്യണമെന്നാണ് ഇവിടുത്തെ നിയമം. രാജകൽപ്പന അനുസരിച്ചാണ് ഞങ്ങൾ ഇവരെ കൊണ്ടുപോകുന്നത്. ഞങ്ങളെ രക്ഷിക്കണേ തമ്പുരാ. ഞങ്ങൾ പാവങ്ങളാണ് തമ്പുരാ. അവരുടെ തൊഴിൽ ചെയ്യാൻ അനുവദിക്കൂ. കടം അവര് തന്നു വീട്ടിക്കോളൂ. കടം വീട്ടാനോ ഇവരാ? ഹേ മനുഷ്യ, ഇവനും കുടുംബവും കടം കൊടുക്കാനുള്ള തുക കുന്നുകൂടി ഇപ്പോ എത്രയായി എന്നറിയാമോ? 100 വെള്ളി നാണയം. ഇവനും പെമ്പ്രനോത്തിയും 10 തലമുറ പണിയെടുത്താലും വീട്ടാൻ പറ്റില്ല ഈ കടം. സർവശക്തനായ ദൈവം, സകലതിന്റെയും സൃഷ്ടാവേ, അശക്തന്മാർക്കും ആലംബഹീനർക്കും തുണയായവൻ, പാവപ്പെട്ടവന്റെ നിലവിളി കേട്ട് അവന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമേ, ഈ പാവങ്ങൾ